കണ്ണൂർ വാണിയപ്പാറയിലെ ദുരൂഹമായ കല്ലറ തുറന്നു പരിശോധിക്കാൻ ഒടുവിൽ തീരുമാനം. പള്ളി അധികൃതരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത്. എഫ്ഐആർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണെന്ന് പള്ളി വികാരിയും പറഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് ആലപ്പാട് സ്വദേശി സിജോസ് കറിയയുടെ തിരോധാനവുമായി ഈ പള്ളിയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ പരാതി വരുന്നത്. മൃതദേഹം പുറത്തെടുത്ത് DNA പരിശോധന നടത്തണമെന്നാണ് പരാതി. 2014 വാണിയപ്പാറയിലേക്ക് പോയ സിജോയെ 2017 മുതൽ കാണാനില്ല എന്നായിരുന്നു പരാതി. കുറ്റ്യാടി പോലീസ് അന്വേഷിച്ചെങ്കിലും തുമ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഈ മൃതദേഹം ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവനിങ്ങനെ ഒരു മദ്യപിക്കുമായിരുന്നു, അങ്ങനെ വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ ടൗണിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. ഈ പറഞ്ഞ ഇടവകയിൽ ഇയാളുടെ ഭാര്യ വീട്ടിലെ ഇടവകയാണ് ഈ പറഞ്ഞ ഈ വാണിയപ്പാറ തട്ടത്ത് പറഞ്ഞ സ്ഥലം. അവിടെ ഉള്ള പള്ളി സെമിത്തേരിയിലാണ് ഇങ്ങനെ പായിൽ പൊതിഞ്ഞ ഒരു മൃതദേഹം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് ഞങ്ങൾ ഈ കാലഘട്ടങ്ങളുമായിട്ട് ഒത്തു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഈ പറഞ്ഞ ആൾ എൻ്റെ കസിനിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. 2014 നവംബറിലാണ് അവർ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ചെറുക്കനെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുക്കൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുക്കും. സംശയം ഇപ്പം ഇങ്ങനെ ഈ വാർത്ത വന്നപ്പം ഇത് കേട്ടതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം. ഒരേ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടു എന്നതിൽ എന്താണ് ഇത്ര വലിയ കുഴപ്പം? പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര സുന്ദരമൊന്നുമല്ലല്ലോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. കുറ്റകൃത്യങ്ങളുടെ കണക്കും ചരിത്രവും പരിശോധിച്ചാൽ അതും അത്ര നല്ലതല്ല. കിണറ്റിൽ, കുളത്തിൽ, സെപ്റ്റിക് ടാങ്കിൽ, എന്തിന് വീടിൻ്റെ അടുക്കള വരെ തുരന്ന് മൃതദേഹം ഒളിപ്പിച്ചവരുടെ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ദുരൂഹത മാറ്റണം. ശാസ്ത്രീയമായ അന്വേഷണം വേണം. പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ് മൃതദേഹങ്ങൾ അടക്കാറില്ല. ഇനി ഒരേ കല്ലറയിൽ 2 മൃതദേഹം അടക്കണമെങ്കിൽ ആദ്യത്തെ മൃതദേഹം മണ്ണോട് ചേർന്നിട്ടുണ്ടാകണം. വല്ല അവശിഷ്ടങ്ങളും ബാക്കിയുണ്ടെങ്കിൽ അതിനു മുകളിൽ മണ്ണിട്ട് അതിനുമേൽ വെള്ളത്തുണി വിരിച്ചാണ് മൃതദേഹങ്ങൾ അടക്കാറ്. അതാണ് പൊതുരീതി. ഇവിടെ ആ രീതി ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ശാസ്ത്രീയമായ പരിശോധന ഇതിൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. നാളെ തന്നെ RDOയ്ക്ക് കല്ലറ തുറക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷ നൽകും. പേരാവൂർ ഡിവൈഎസ്പി, കണ്ണൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി, ഇരിട്ടി തഹസിൽദാർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പള്ളി അധികൃതർ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. അനുമതി കിട്ടിയാൽ ഉടൻ കല്ലറ തുറക്കുമെന്നും ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. മൂന്നാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്.